ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയൊരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് കളിക്കേണ്ട കളി. പണ്ട് നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളിത് ഈർക്കിലുണ്ടായിരുന്നു പണ്ട് കളിക്കുക. അപ്പം ഈർക്കിൽ കളി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിവിടെ ഈർക്കിലിന് പകരം ടൂത്ത് പിക്കാണ് ഉപയോഗിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്കൊരു ഹെൽപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എടുക്കാൻ വേണ്ടി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് എടുക്കാൻ വേണ്ടി ടൂത്ത് പിക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഷംന സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഷംനയുടെ ടേൺ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഇസ്മായിലോ? ഇസ്മായിലല്ല, തുടക്കത്തിൽ സൂക്ഷ്മദർശിനി വരെ മുണ്ടൂരെന്നാണ്. എന്താ ഞാൻ എടുക്കൂല്ലേ? എടുക്കുന്നതിനനുസരിച്ചാണ് പോയിട്ട് അനങ്ങി. അതുകൊണ്ടാണ് അനങ്ങി. ഇനി അടുത്ത എൻ്റെ ടേൺ ആണ്. അപ്പോൾ എൻ്റെ ടേൺ ആണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഷംന എടുത്തത് തന്നെ, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതെന്താ ഞാൻ എടുത്തത്? നാണമില്ലല്ലോ എനിക്ക് ഇഷ്ടമുള്ള എടുക്കും. അപ്പോൾ എനിക്ക് ഒരെണ്ണമായി, എനിക്കൊരു പോയിന്റ് ആയിരിക്കണം. ഞാൻ അടുത്ത എൻ്റെ ടേൺ ആണ്. ഓക്കെ, കള്ളത്തരം കാണിക്കും ഗായ്സ്. ഏതെടുക്ക്? ഓക്കെ, റെഡി. അതെടുക്കണ്ട, ഇതെടുക്കാം. ഇതാണ് എടുക്കാൻ പോകുന്നത്. അതെന്തുവാ? അത് അനങ്ങാതെ എടുക്കാന്നുള്ളതാണ് കളി. അയ്യോ, അത് വളരെ സിമ്പിള്. ഓക്കെ, അപ്പോൾ ഞാൻ 2 എടുത്തിരിക്കുകയാണ്. എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത നിൻ്റെ ടേൺ. അപ്പോൾ ഷംനയുടെ ടേൺ ആണ്. ഷംന സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഓൾമോസ്റ്റ് 3 പോയിൻ്റായി. ഇനി ഷംനക്കാണ്. ഷംനയുടെ ടേൺ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഷംന എമ്പുരാൻ തമ്പുരാനേ. എന്റെ മോളെ, അപ്പൊ എത്ര എണ്ണം എടുത്തു? ഒരെണ്ണം എടുത്തോളൂ എന്റെ മോളെ എന്ന് പറയാൻ. പക്ഷെ ഞാൻ അത് അനങ്ങുന്ന പ്രതീക്ഷ. എനിക്കറിയാം നിന്റെ കരുതാക്ക്. ഷംന അങ്ങനെ 2 എടുത്തിരിക്കുകയാണ്. 2 പോയിന്റ് ആയിരിക്കുന്നു. എനിക്ക് 3 പോയിന്റ്, ഷംനക്ക് 2 പോയിന്റ്. പഠിച്ചു 3 പോയിന്റ്. പഠിക്കാൻ എന്തോ ഇത് കണക്കോ? 3 ചളിച്ച കോമഡി. ചളിച്ചാന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. ഒരുപാട് നല്ല കമ്പ് കിട്ടി കേട്ടോ. അങ്ങനെ 4 എണ്ണം ആയിരിക്കാണ് ഷംന. 4 എണ്ണം. ഇപ്പൊ വിരമിക്കാം കളിയുന്നു. ഇനി ഞാൻ ഏതെടുത്താലും അനങ്ങും. ഷംന തോറ്റു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റു തരില്ല. അതിപ്പോ അനങ്ങിയതിന് ശേഷമാണല്ലോ പേടിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഷംന 4 എണ്ണം എടുത്തു, ഞാൻ 3 എണ്ണം എടുത്തു. ഇനി അടുത്ത എൻ്റെ ടേൺ ആണ്. ഓക്കെ, ചിലയിടത്ത് ഇത് കൈ കൊണ്ടാണ് എടുക്കുന്നത്. ഇതിപ്പം കൈ കൊണ്ട് എടുക്കാൻ പറ്റിയ ഒരു സ്ഥിതി അല്ലല്ലോ. അതിന്റെ താഴെ ഉള്ള അനങ്ങി അങ്ങ് മാറിയിരിയേ. ഷംനയുടെ ടേൺ ആണ്. വീണ്ടും ഷംനക്ക് കിട്ടിയിരിക്കുകയാണ്. ഷംനയുടെ ടേൺ ആണ്. ഷംന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എടുക്കും. ഷംന ഈസി ആയിട്ടുള്ള എടുക്കാതെ. നമ്മൾ ഈസിയിൽ നിന്ന് പിന്നെ പടിയേറിയ ഡിഫിക്കൽട്ടിയിലോട്ട് പോകുന്നത്. അല്ല, ആദ്യം ചെന്ന് ഡിഫിക്കൽറ്റി ചെന്ന് വിടത്തില്ല. എന്തെങ്കിലുമൊക്കെ അത് ഞാൻ അനക്കിയ 4 ഡിഫിക്കൽട്ടിയാണ് ഇച്ചിരി. അങ്ങനെ ഷംനയുടെ ടേൺ ആയിരിക്കുകയാണ്. ഷംനയാണ് അടുത്ത ടേൺ. ഷംനയുടെ ടേൺ ആണ്. ഷംന വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അപ്പോൾ ഷംന 4 എണ്ണം, ഞാനും 4 എണ്ണം, ഷംനയും 4 എണ്ണം. ഷംന എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഷംനക്ക് എത്ര എണ്ണമായി? 5 എണ്ണം അല്ലേ? 2 ഇതെനിക്ക് എടുക്കാലോ. ഒന്നും തട്ടാ.
6 ശമന എടുത്തിരിക്കുകയാണ്, 6. പണ്ടേ എനിക്ക് കുട്ടിക്കാലത്തെ സൂക്ഷ്മത്തിന് ഭയങ്കര അനങ്ങി 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 അനങ്ങി. അടുത്ത എൻ്റെ ടേൺ. ഏതെടുക്കൂടോ? പാടാ. നീ അങ്ങനെ കൈവച്ചാൽ ഞങ്ങളങ്ങനെ മനസ്സിലാക്കും. നീ ബാക്കിയുള്ളത് അനക്കിയില്ലേടാ? ഇല്ല അനങ്ങിയില്ല. ആഹാ അനങ്ങിയില്ല. ഇതിപ്പോ അനങ്ങും എവിടെങ്കിലും. ഇവ ഈ കളിയിൽ കള്ളത്തരം കാണിച്ചോന്ന് എനിക്ക് നല്ല ഞാനൊന്നും കളത്തിലൊന്നും കാണിച്ചില്ല. നല്ല ഡൗട്ട് ഉണ്ട്, നല്ല ഡൗട്ട്. 5 എണ്ണമായി. ഇനി അടുത്ത എൻ്റെ ടേൺ. ഓക്കെ, അടുത്ത. ആറ്. ആറായി. ഇതാണ്ട് ഇടത് ചെയ്താ നോക്കിയതോ. എത്ര പ്രാവശ്യം അനങ്ങി? ഇയാൾ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഭയങ്കരമായ ബുദ്ധി. അനങ്ങി അനങ്ങി അത് അനങ്ങി അനങ്ങി അനങ്ങി. എന്ത് നീ ചിരിക്കുന്നേ? ഗെയിം ആകുമ്പോ അങ്ങനെ ഡിഫിക്കൽട്ടേ കാണും. ഞാൻ കണ്ടില്ല, അറിയേ ഞാൻ കാണണമല്ലേ. എന്ത് അനങ്ങിയില്ലാടാ? പിന്നെ എന്തുവാ? മതി അനങ്ങി നല്ലോണം അനങ്ങി. ഇത് നോക്കി, ഇത് കറക്റ്റായിട്ട് എടുക്കും. യെസ്. അടുത്ത വേറെ ഒന്നും അനങ്ങിയില്ല ഇതുവരെ. പണ്ടൊക്കെ എന്ത് ശക്തമായ കളികളാണ്. ഇല്ല അനങ്ങിയില്ല. കള്ളം പറയാതെ ആണ്ടെ അടുത്ത. ഇപ്പൊ അത് തട്ടിയാനെ. അടുത്ത ഓക്കെ. ആണ്ടെ അടുത്തതാ നോക്കിയോ. കള്ളത്തരം കാണിക്കുന്നോണ്ട് എനിക്ക് മതിയായ സംശയമുണ്ട്. നീ ഇപ്പൊ ആ കൊള്ളിയാൻ കണ്ടുക്കാല്ലേ? ബുദ്ധിപരമായിട്ടൊക്കെ അങ്ങനൊക്കെയാ. അടുത്ത ഇപ്പൊ എണ്ണയൊന്നും നോക്കുന്നില്ല, മാക്സിമം എടുക്കുക. ആര് ജയിക്കും? കൂടുതൽ അവിടെ ഇല്ലേ? നീ തന്നെ ജയിക്കുമായിരിക്കും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞേ. എടാ ഷംനാടാ. തട്ടിയോ? കാളി. അത് മറ്റേതാണെങ്കിൽ 2 എണ്ണം കൂടെ ഒരുമിച്ച് കൂട്ടി വിട്ടുന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇതിനൊന്നും ഒരു അനങ്ങിയെങ്കിൽ ഒന്ന് പറയൂ. ഞാൻ കള്ളക്കളി കാണിക്കാറില്ല, എനിക്ക് അതിന്റെ കാര്യവും ഇല്ല. എന്നാ വാ. അനങ്ങി അപ്പൊ അനങ്ങിയോ? അവിടെ വെച്ചാൽ അതിന്റെ ഇടയിലായിരുന്നു. ശവനയുടെ പുഞ്ചിരി കണ്ടോ? താങ്ക് യു വെരി മച്ച് ടീച്ചർ. മറ്റേ കുളിക്കാത്ത അടുപ്പിക്കുന്നു.
എടോ ഞാൻ നീക്കുവാ. ഭീകര സംഘത്താക അവിടെ പാട്ട് പാടും. അനങ്ങിയോ? ഇനിയിപ്പോ എന്തുവാ? എന്താവാം, എന്തുമാവാം, എന്തൊക്കെയോ ആവാം, എന്തുമാവാം, എന്തെങ്കിലുമൊക്കെ ആവാം. ഓ ഇത് വല്ലോ ഞാൻ വിട്ടുകൊടുത്ത അവരിതെല്ലാം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കേ. ബുദ്ധിപരമായി നീങ്ങുവാണെങ്കിൽ ഇതെടുത്ത ബുദ്ധിപരമായിട്ട് കളിച്ച കുഴപ്പമില്ല. എന്നെ വാ തുറക്കാതെ പോനെ. ശാലു നിന്റെ അഴക്. അങ്ങനെ ഷംനയാണ് ഫൈനലിലേക്ക് കടക്കുകയാണ്. ഷംന വിജയിക്കുമോ തോക്കുമോ? ഇതെനിക്ക് കാണാൻ പറ്റില്ല. എന്നാ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കൈ വേറെ വെക്കാം. അനങ്ങി താങ്ക് യു. എടുക്കട്ടെ? അനങ്ങിയില്ലേടി അത്. Okay. കള്ളക്കളി കളിക്കും ഗൈസ്. താഴെ ഒരുപാട് ഇല്ല ഞാൻ അങ്ങനെ കളിച്ചില്ല. പറക്കി എന്റെ കയ്യിലെ വിയർപ്പ് പട്ടിയ മുണുങ്ങ് കൊണ്ടുപോയി. അനങ്ങി ഒരു പാടില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളത് എടുക്കാൻ എന്ത് പാടുള്ളതൊക്കെ എടുത്തേക്കുന്നു. ഭാഗ്യം ഷംനാക്ക കേട്ടോ. ഭാഗ്യം ഷംനാക്ക. ഇതെനിക്കിപ്പോ കാണാൻ വയ്യ. ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു വാഹയും ചെയ്തില്ല. ഈ മൂന്ന് കൊള്ളി എനിക്ക് വേണം. ഒന്നേ നാണമില്ലാതെ എന്റെ കൊള്ളികൾ എടുക്കുന്നു. രണ്ട് മൂന്ന് ഗൈസ്. അപ്പം ഇനി കൊള്ളികൾ എണ്ണി നോക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇതായിരുന്നു, ഏതാ സ്റ്റിക്കായിരുന്നു എടുക്കാനുള്ളത്. ഓക്കെ, 1 2 3 4 5 6 7 8 ഇതാണ്ട് 9 10 11 12 13 14 15 16 17 18 19 20 കൊള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഷംനാടെ. എനിക്ക് ശത്രുക്കളാണ് ഈ വീട്ടിൽ. ഞങ്ങക്ക് കാണണം. കൈയൊക്കെ മാറ്റും, എല്ലാ കൈ മാറ്റി. 1 2 3 4 5 6 7 8 9 10 ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതിന്റെ അത് 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. അപ്പൊ 25 സ്റ്റിക്കുകളുമായിട്ട് ഷംനയാണ് 25 സ്റ്റിക്കുകളുമായിട്ട് നമ്മുടെ ഷംനയാണ് ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഗെയിമിലും ഞാൻ തന്നെയാണ്. അത് നമുക്ക് കൂട്ടണ്ട. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ.